ലേഖയുടെ ഒരു സ്വപ്നമല്ലേ, ഇരവി മാമൻ സമ്മതിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞ ഞാൻ പിന്നെ പപ്പയോട് മിണ്ടൂല. ഈ പെണങ്ങണ്ട, ഇരവിയോട് ഞാൻ സംസാരിക്കാം. ഈ നടപ്പ് ഏതായാലും കൊള്ളാം. കൊറേ നാളായല്ലോ വർമ്മ സാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിട്ട്. തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലേഖയുടെ കാര്യമാ. അവള് പുറത്തു പോയി പഠിക്കണ കാര്യമാണെങ്കിൽ പറയണ്ട. അതെന്താ? എന്റെ ഡോക്ടർ സാറേ, ഈ സായിപ്പ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരം ഇല്ലാത്ത ആൾക്കാരാ. ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പൊ പിടിച്ച് ഉമ്മ വെക്കും. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്പ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. തന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതോ ഒരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. വൃത്തികെട്ടവന്മാര് വെറുതെ കണ്ട അപ്പൊ ഉമ്മ വെച്ച് കളിക്കുക. എനിക്ക് പേടി ഇത് ഇന്ത്യയിലും അങ്ങനെ വരൂ. വന്നാ ഞാൻ സമ്മതിക്കൂല. എടോ, നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല. എന്റെ പെങ്ങൾ അമ്മുക്കുട്ടി അമേരിക്കയിലല്ലേ, അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചായിട്ട് എനിക്കറിയാവോ? അതേടോ രവി, വളരെ മിടുക്കരായിട്ടുള്ള 1-2 പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് ആയത്. അത് അവക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മാത്രമല്ല, എന്റെ മോളോ അവള്. നമ്മളായിട്ട് എതിർക്കാൻ പാടില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചാ പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ. മതിയല്ലോ. ഉമ്മ വെക്കുന്നതായി ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും അറിയിക്കാനുണ്ട്. ചന്ദ്ര കിടപ്പിലായതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് മാനേജർ പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് വേണം. ആൽഫി ഇനിയിപ്പോ അന്യനല്ലല്ലോ, അതുകൊണ്ട് അയാളെ മാനേജിംഗ് ഡയറക്ടർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. വേറെ ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്? എവിടെന്ന് വന്ന് കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ? ഇരവിയും കുഴവിയും അമ്മിക്കല്ലും ചേർന്ന് കുടുംബം തല്ലിച്ചതൊക്കെയായിരുന്നു മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ തൊത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഇതെങ്ങാനും ചത്തുപോയാ ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്. എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. നിന്റെ പോലീസ് കണ്ണ, അതിന്റെ കുഴപ്പാ. ഒന്ന് ഞാൻ പറയാം, കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈകൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടെ അളവെടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇത് ഇന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം. കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്കൊരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പെട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല, ഇതിപ്പോ കണക്കിൽ എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ് എന്ന് പറഞ്ഞ കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 റുപ്പീസ് കൊടുങ്ങി. അപ്പൊ 1500. കണക്കെല്ലാം കണക്കുപോലെ ഇരിക്കണം. ഹലോ, മാനേജരല്ലേ? ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞു ഒരുത്തൻ അവന്മാര് കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി.
അയ്യോ അവന്മാരെ കണ്ടുപിടിച്ചാൽ ഇല്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമേ തട്ടി മുളിക്കണം. ഫയൽ വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MD-കളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ടെടുത്ത് ദൂരെ. എന്താന്നാണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. ഇതാണോ ആള്? ഒന്ന് ചോദിച്ചു നോക്ക്. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണോ? സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റണം. അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താങ്കൾ വന്ന്. താ വെളിയിൽ പോയേ. സാർ ഇവിടെ നിൽക്കും. 3 പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ. പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം. ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ പോകാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാൻ എന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവര് അതെ, ഈ കോണ്ടസക്കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്ന കണ്ടാ തോന്നുന്നു ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി. ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട ഇങ്ങതാടോ. എന്റെ പാവാട ഇങ്ങതാടോ. എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാടിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ഗതി കെട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണു അടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടവന്മാര്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായര അല്ലേ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. സർ, ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ, ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ? ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടവനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള
ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. LC ഇതുവരെ വന്നിട്ടില്ല. ഓൾ എവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോകണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? നമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോണെടുത്ത് പോയാൽ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ കുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല ആൽഫി. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. പഠിക്കും. 5000 രൂപ വാങ്ങിച്ചോണ്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ? മൈമുനെ പളയെടുക്കാം. പിന്നെ വേറെന്താ വൈ? മൈമുനോട് എന്നെ കൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത് എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കതറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു. മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്തു നിൽപ്പുള്ളൂ. ഞാൻ വരില്ല. എനിക്ക് അയാളുടെ മുഖം കണ്ട എന്റെ കൺട്രോൾ പോവും. അതെന്താ? ക്ഷമിക്കണം, ഞാൻ അയാളെ കാണില്ല. അയാള് എനിക്ക് അയാളെ കാണണ്ട. അയാള് മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ, ഞാൻ വിചാരിച്ചത് ശരിയാണ്. തന്റെ ഉണ്ട് കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം സാർ. എനിക്ക് അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നതൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സാർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലുന്നെങ്കിൽ തല്ലി. മിസ്റ്റർ രവീന്ദ്രൻ, സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂന്ന് പറഞ്ഞു. സാർ, എന്നോട് ആരോടും അകത്ത് വരാൻ പറഞ്ഞത്? എന്റെ മുഖരിക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. സാർ, ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. സാർ, ചന്ദ്രാമയോട് ചോദിക്കും സാർ. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടുപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിയിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ, എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്.
അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോൺ ഒന്ന് കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. അയ്യേ, അയ്യേ, ആ വിവരം കേട്ടവൻ ഇങ്ങനെ കയറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്. അതുകൊണ്ട് എനിക്ക് കയറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ല, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാനത് ഹാപ്പി ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ലാതെ My name is Alfred. My name is Alfred. എന്താ? ആരാ? ഭൂതം കുളത്തിന്ന് പുറത്തേയാടി. ഇത് മറ്റവനോടാ, അൽഫി. Yes. How do you know my wife? സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാറ് ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ, സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്, നീ കൈകാര്യം ചെയ്യും. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരെടുത്ത് തലയെ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. I'll call the police. പോലീസിനെ വിളിക്കുന്നു. Okay, now explain everything nice to me. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു, അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പിടിച്ചോണ്ട് പോണോ? You take care of my wife. You know my wife. You please take care of her. Take care of her. I get a lot of things from America. She's a very nice girl. I love her very much. I love her. You take care of my wife. I love her very much. I love my wife. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാൽമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും. കേസിന്റെ വിധി അച്ഛന് അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീല് പറയുന്നത്. ഞാനിന്നൊരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മണി ഓർഡർ. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പുക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഹലോ, അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം, എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴാ ഇത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി. ശരി, വെക്കട്ടെ. ഓക്കെ. അപ്പുക്കുട്ടൻ എന്നാണോ പേര്? അപ്പുക്കുട്ടൻ എന്നാണോ പേരെന്ന്? നിങ്ങളുടെ. അല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷം. പിന്നെ അപ്പുക്കുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അപ്പുക്കുട്ടൻ ഒരാളാണ് എന്നെ വിളിച്ചത്. അല്ല, അപ്പുക്കുട്ടനുണ്ടോ ചന്ദ്രികാവർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. അപ്പുക്കുട്ടനാണ് വിളിക്കുന്നത്. ചന്ദ്രികാവർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാ കാര്യവും തലതിരിഞ്ഞേ കേൾക്കൂ. വിട്ടി കൂഷ്പണ്ടോ എല്ലാത്തിനും ഡൗട്ടാ. ഏതായി അപ്പുക്കുട്ടൻ?
എല്ലാ അപ്പുക്കുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു. അപ്പു അന്ന് വന്നില്ല. അപ്പു നമ്മുടെ ഇനി വന്ന് നമ്മുടെ എന്റെ ഫ്രണ്ട് അപ്പു അന്നൊരു മഞ്ഞ കോണ്ടസയില് വന്നില്ലേ? മഞ്ഞ കോണ്ടസയില് വന്ന അപ്പു. മഞ്ഞ അപ്പു അല്ല, മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. അപ്പുക്കുട്ടനെന്ന് അവന്റെ പേര്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. അതെ. എവിടെയാണ് അവന്റെ താമസം? ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്? എന്താ പണി? ഇതൊക്കെ അവൻ അവന്റെ പൂച്ച പുറത്തിയടിക്കാം. അപ്പുക്കുട്ട സാറല്ലേ? ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ആ ശരി ശരി. ഇന്റെ 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ वंडी वाला अरे उधर देखो मोटरसाइकिल लेके जा रहा है चलो മോട്ടോർ പോലെ വണ്ടിയിൽ പിടിക്കണം എല്ലാത്തിനും ബുദ്ധിമുട്ടി ചോദിച്ചാൽ എനിക്ക് കാണാൻ സ്ഥലമില്ലാതെ സാറില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് 3-4 ആള് മതി വിടുമാല അതെ ആ ഇരുമ്പിന്റെ തൊപ്പിട്ട് പന്നിനെ ഇടിച്ചു കൊണ്ടാളാ ചെല്ലി ഈ കാറിന് വിട്ടൂടി अरे क्या बैल गाड़ी किधर चला रहा है वंडी मेरे को उठा दे उल्लू का पता चला ना बोल पूरा झाड़ चुली चले എങ്ങോട്ടാണ് വണ്ടി തിരിക്കണേ ഓൻ അങ്ങോട്ടല്ലേ പോണേ വണ്ടി തീർന്നത് ആയില്ല പോലെ അയ്യോ കാണുന്നില്ലല്ലോ. അപ്പൊ അപ്പുക്കുട്ട സാറിന്റെ ബൈക്ക് അത് വന്ന് പിന്നെ ഞാൻ എടുത്തോളൂ സാറേ. ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം മാനേജർ രവീന്ദ്രനാഥ് അവിടെ ആരാ എന്താ എന്താന്നോ കാണിച്ചു തരാൻ എന്താന്നുള്ളത് അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ ഏത് കാശ് ഏത് കാശോ അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക എന്താ പ്രശ്നം? പ്രശ്നം എന്താണ് ഇങ്ങനെ കേൾക്കണോ? ഈ അറാൻ മറന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചു. ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി. എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണോ അവിടെ നടക്കുന്നത്? ഒരാൾ വന്നിവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചത് കാറ് മേടിച്ചോ കാപ്പിക്കൂര് മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ പൈസ കട മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ പൈസ തരാൻ അറിയുന്നുണ്ട് വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ്. എനിക്ക് പൈസ കിട്ടണം. കൊറേ നമുക്ക് എന്റെ പൈസ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ MD എടുത്ത് പറയൂ. ഏത് തട്ടി? തെണ്ടി അല്ല, MD മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടെ? അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസല് തന്തക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്ന ആയിന്റെ മോനെ അവിടുന്ന് കൊല്ലാൻ പറഞ്ഞു. അമ്മോ
തന്നെയാണോ നമ്പർ? അതെ, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത്. ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട്. റിങ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത്? അല്ല, വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പറാ ഇത്. അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. കിട്ടി. UB ചന്ദ്രിക വർമ്മ, നമ്പർ 16, പ്രിൻസ് ടവേഴ്സ്, കോളേജ് റോഡ്. ഹലോ. തടിയുടെ കൂടി, മുടി അല്പം ചുരുണ്ടു, പൊക്കം അല്പം കുറഞ്ഞു അല്ലേ? എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട്. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ ഒരു അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? സീരിയ അവളുടെ അമ്മയുടെ നായര്. കോൺഗ്രസ് കേട്ടോ, കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് താൻ നോക്കിക്കോ. അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസ എന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം. അതിലിവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ? ഒന്ന് അനങ്ങിയാ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ? വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ. ഞാൻ നിനക്കിത് ഇവിടുന്ന് കിട്ടി? ചന്ദ്രയുടെ ഫ്ലാറ്റിൽ നിന്ന്. ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരേത്? ആൽഫി. ആൽഫി. ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. ഇത് നമ്മുടെ രാമേന്ദ്രനല്ലേ? അതെ. അമേരിക്കയിലുള്ള അമ്മുക്കുട്ടിയുടെ മോനെ ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ? അപ്പ എടുത്ത ഫോട്ടോ ആവും. ചന്ദ്രയുടെ മുറച്ചേർക്കനാ. പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കിത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നതാണല്ലോ ആൽഫി. ഈ മക്കൊക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത്? ഇവിടെയൊക്കെ ഡോക്ടറായുണ്ടല്ലോ, ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കാം. ഏയ് ഒന്നിക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കൊമ്പുണ്ടോ? അതോ തുമ്പിക്കൈയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പൊല്ലി പറയടി. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും അല്ലടി കോട്ടി മരം.
പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ, വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി എത്തി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കറിഞ്ഞൂടാ. ഇതവിടെ ആരാ ആൽഫി ഇത്? എന്താ ഇയാള് പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീരാണിക്ക. 1.25 ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറ, എന്നോട് പറ. മനസ്സിലായ നായിന്റെ മോനെ നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ? അയാളുടെ വായിലിരിക്കണം എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീരാനിക്കാ പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വിഷമല്ല. മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാനിക്ക പോയി കിടക്ക്, പോയി കിടക്ക്, പ്ലീസ് പോയി കിടക്ക്. വീരാനിക്ക പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യ പേടി. എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം. ആരോ അടിച്ച് കൗളിലെ എല്ല് പൊട്ടി. ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ പൊയ്ക്കോളി. പന്നീന്റെ മോന് പനി ഉണ്ടാവും മാമ. മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ അയാൾ പറഞ്ഞത്? അതെ, അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? കാണുക ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? നീ ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? നാട്ടിൽ നിന്ന് എഴുത്തു വന്നു. കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. ആ വർഗീസിനെ സോപ്പിട്ടാലേ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് കൂടെ വേണം. ഞാൻ MD അല്ലേ, ഇല്ലെന്ന് പറയാൻ ഒക്കൂ. രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത്. ആ 100 ആണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. ചന്ദ്ര കൈയടക്കി, ചന്ദ്രയുടെ കൈയടക്കി, ചന്ദ്ര കൈയടക്കി, ചന്ദ്ര കൈയടക്കി, ചന്ദ്ര കൈയടക്കി, ചന്ദ്രയുടെ കൈയടക്കി. ഡോക്ടർ മേനോൻ അവിടെ. ഡോക്ടർ, ചന്ദ്ര കൈയടക്കി, ചന്ദ്രയുടെ കൈ അനങ്ങി. ലിഫ്റ്റ് യുവർ ഹാൻഡ്. ചന്ദ്രിക കൈയൊന്ന് ഉയർത്താൻ ശ്രമിക്കൂ. പ്ലീസ് പ്ലീസ്. ഏത് കൈയാ ഉയർത്തിയത്? റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ. പ്ലീസ് പ്ലീസ് മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ് ലീസ്റ്റ്. മോളെ, ആ കൈ വീണ്ടും ഒന്ന് ഉയർത്താൻ നോക്കൂ. പ്ലീസ് പ്ലീസ് ട്രൈ. എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ. എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികയുടെ ആൽഫി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പറയൂ. വർമ്മ സാറ് വർമ്മ സാറിന് എന്നെ എന്ത് ഇഷ്ടമാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴല്ല, പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ പെണ്ണ് കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി. എന്നിട്ട് കൈപൊക്കിയിട്ട് എന്റെ കവളത്ത് തൊട്ടു. എക്സലന്റ്. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ.
പറയൂ. ആ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ, പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്രയെന്ന് തന്നെയാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര, രണ്ടും പറഞ്ഞു, അതും പറഞ്ഞു ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ആ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര. വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ, അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലോ കൈവക്കിയത്. ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. കൈവക്കൂ പ്ലീസ്. നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ സംഭവിച്ചു. കൈവക്കൂ പ്ലീസ്. സോറി, ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കഴിയുന്നത്. ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോ കാത്തിരിക്കുക നിവൃത്തിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയല്ല ആൽഫിയുടെ കയ്യില. ഞാൻ ചന്ദ്രാറ്റിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും. ഞാൻ 100 അക്കൗണ്ട് നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും. ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും കസേരയും ഒക്കെ എടുത്ത് വിൽക്കും. ഞാൻ നിന്റെ തന്ത കൊണ്ട് പിച്ച ചട്ടി എടുപ്പിക്കും. അടിക്കടി അടിക്കടി അടിക്കാൻ. എടി ഞാൻ ആൽഫി കൂൽഫി വന്നത് ഞാൻ അപ്പൊ കൊണ്ടാ. നിനക്കറിയാം, ഞാൻ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റിച്ച്, ഞാൻ ആ ഏണി പെണ്ണിനെ പറ്റിച്ച് നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തോണ്ടോ. എന്നെ അടിക്കടി. ഞാൻ നിന്റെ തന്തയും തേണ്ടി കുത്തുവാള എടുത്ത് വഴി നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല. അടിക്കടി. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ അടിക്കടി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കണ്ണക്കുറിക്ക് അടിക്കടി. അടിക്കടി അടിക്കാൻ. തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല. എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ നാടകം കളിക്കുന്നത്. എനിക്കാരെയും ദ്രോഹിക്കണ്ട. എനിക്കാരുടെ പണവും പദവിയും വേണ്ട. തനിക്കെല്ലാം അറിയാമല്ലോ. ഞാനെല്ലാം തന്നോട് ഒന്ന് പറഞ്ഞിട്ടില്ലേ. തന്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങിക്കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ. എന്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല. താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതാ ഞാനിപ്പോ ചെയ്യുന്നത്. ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ആ 10 മണിക്കാണ് ട്രെയിൻ. അത് നാളെ 3 മണിക്ക് ബോംബെയിലെത്തും. വെളുപ്പിനെ 5 മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. മനസ്സുണ്ടായിട്ടല്ല, നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം. അതാ ഏറ്റവും വലിയ കാര്യം. 3 കൊല്ലത്തെ കാര്യല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അത് ഞങ്ങളോടല്ല പറയേണ്ടത്. ദേ വിങ്ങി പൊട്ടി ഒരുത്തും പുറത്ത് നിപ്പുണ്ട്. അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. അച്ഛാ, പിണങ്ങിയിരിക്കണോ? ഞാൻ പണിയാൻ നിനക്കെന്താ? നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കിയേ. പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ വെറും ഡ്രൈവറാണ്, എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്ന്? അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ മക്കള് പഠിച്ച് നന്നാവണമെന്ന്? അതിനല്ലേ ഞാൻ പോകുന്നത്. 3 വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയാ. ഞാൻ വേഗം വരും. പക്ഷേ ഒരു കാര്യം, നീ സായിപ്പിനോട് മിണ്ടാനും പിടിക്കാനും ഒന്നും പോണ്ട. ഇല്ല, എനിക്കറിയാം, ഉമ്മ തരും. ആ അത് തന്നെയാ. പിന്നെ പപ്പയോടും വല്യമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം. പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. എന്തിന്? ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള്. എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെ ഇടയിലാ കിടക്കണേ. ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ. അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ. ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ആ പിന്നെ ഞാൻ കാലത്ത് പോകും മുമ്പ് അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ഈ എഴുത്തൊന്ന് അയാളെ കൊടുത്തേക്കോ. എന്താ സമ്മതം കിട്ടിയോ? കിട്ടി. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ നീ പോയാൽ ഇയാളിനെ പ്രായി കൊന്നേനെ. കോണ്ടസാ റിപ്പയർ അല്ലേ? അവക്ക് രാവിലെ പോകാൻ ടാക്സി അറേഞ്ച് ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ ആവി പോയാനെ. Oh. भैया उस मोटरसाइकिल के पीछे जाओ प्लीज. जाओ. रेलवे स्टेशन नहीं जाना? नहीं, उससे कुछ जरूरी बात करनी है. चलो चलो. प्लीज वेट. Alfie? 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 ആൽഫി മാങ്ങാത്തൊലി, ഞാൻ ആരാണ്, എവിടാണ് താമസം, എന്താ പണി, ഇതെല്ലാം കണ്ടുപിടിക്കാനല്ലേ നീ കൂടെ നടക്കുന്നത്? എനിക്കൊരു പുള്ളി കേൾക്കട്ടെ. പിന്നെ ഇംഗ്ലണ്ടിലോട്ട് ട്രെയിനിലല്ലേ പോണേ? കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോന്നു. ഇനി അത് പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഒരു CBI വന്നിരിക്കുന്നു, അവിടെ കിടക്ക ഒരു പട്ടി നിന്നെ തുറന്നുവില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കരുതെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ കുറെ ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി. അതുവരെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം. 100 കള്ളം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത്. അതിനിടെ നീ എവിടാന്നൊരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം. ഹലോ, നിങ്ങളുടെ മോളില്ലേ, എന്താ ജീവിയുടെ പേര്? ലേഹ. അവള് പോയി. എങ്ങോട്ട്? അവള് ഇംഗ്ലണ്ടിൽ പോയി. കാലത്തെ ട്രെയിനിൽ ബോംബെക്ക്. വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. മറ്റന്നാ അവിടെ എത്തിച്ചേരണമെന്ന ലാസ്റ്റ് ഡേറ്റാ. നിനക്ക് സമാധാനായില്ലേ? ഇനി അവളെ കൊണ്ടൊരു ശല്യം നിനക്കുണ്ടാവില്ല. ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു. പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ടെന്തോ പറയണമെന്ന് പറഞ്ഞു. സാധിക്കാത്തതുകൊണ്ട് ദാ ഈ കത്ത് തന്നു. അപ്പുക്കുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ
ആൽഫിയായി പോയതാണ്. ചില നിവൃത്തികേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ്. അത്രയും എനിക്ക് മനസ്സിലായി. ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു. പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു, അറിഞ്ഞു. എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ്. എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ. വെറുതെ. ഒരിക്കൽ കൂടി മാപ്പ്. ലേഹയുടെ ഫ്ലൈറ്റ് ഇപ്പൊ പോയി കാണും അല്ലേ? അറിയാം, വലിയൊരു മോഹവും അതോടൊപ്പം പോയി. ഞാനൊരു ഒന്നാന്തരം കള്ളനാണ്. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്. പിന്നെ ഇങ്ങനായിപ്പോയി. ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാ തുടങ്ങിയത്. പിന്നെ അത് പിടിച്ചു നിർത്താൻ വേറൊന്ന്, പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറൊന്ന്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാൽ മതി, പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും. ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചു നിന്നു. ഒരു വശത്ത് ദൈവത്തിന്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാറിനെയും പോലെ ചിലര്, മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലര്. ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ. ആ വെപ്രാളത്തെ പറ്റിപ്പോയ ഒരു അബദ്ധമാണിത്. പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം. ഞാൻ കൈയും കെട്ടി നിൽക്കേ ഉള്ളൂ. ഇത് കണ്ടോ? രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു. എന്തു പറ്റി കുട്ടി? ഞാൻ പോകുന്നില്ല. എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം, അവക്ക് അങ്ങനെ തോന്നും. അവളും പപ്പയുടെ മോളല്ലേ. ഗുഡ് ഡിസിഷൻ. ഒരു വർഷം പഠിപ്പ് പോകുന്നേ ഉള്ളൂ. വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം. പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം. വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത്? എന്താ എന്നെ ശിക്ഷിക്കുന്നില്ലേ? ഉണ്ട്, ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകമൊക്കെയെന്ന്. സൗകര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസായത്. ഇതിനകത്ത് പോലീസുകാർ കയറി MD അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യന് അത്യാർത്ഥി പാടില്ലല്ലേ? താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, നമ്മൾ വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാവരും കൂടി നമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈ തിങ്ങളെ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസില്ല, ഇവിടെ കള്ളന്മാരേ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്ന?
ഞാനൊന്ന് വരട്ടി, പുറത്ത് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല, ഞങ്ങൾ നിന്റെ കല്യാണം നടത്താൻ വന്നതാ. വീരാനിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമേനും കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോന്ന് അറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡിലിടും. വീരാനിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്, അത് കാണൂല. അത് കഴിഞ്ഞാൽ കല്യാണം. സാക്ഷി ഒന്ന് ഡോക്ടർ മേനോൻ, 2 ലേഹ പോരെ. ഇവള് നമ്മളെ ശത്രു അല്ലേ? ഇടാ അതൊക്കെ പണ്ട്. ഇപ്പൊ പടച്ചോന്റെ പുതിയ രൂപ. ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ വരും. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടെ ഇല്ല, വീട്ടിലുണ്ട്. ഇത് കണ്ടോ? ഒറിജിനൽ ആൽഫി ചന്ദ്രൻ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമാ രജിസ്റ്റർ ഓഫീസിലെ കണ്ടെടുത്തതാ. ആൽഫിയുടെ ഒറിജിനൽ ഒപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒപ്പ് ഇവനിടണം, അല്ലെങ്കിൽ ഇവൻ ആൽഫിയല്ല. അതേതാ? ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടായിട്ട് അവനോട് കൂടിയിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാനകത്താക്കും. ഞാൻ ഇത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. നീ പോലീസിന് ഇരുവള തയ്യാറായിക്കോ. നോക്കി നിൽക്കാറാലേ, पैसे नहीं मिलेंगे, नहीं छोड़ने वाले। साले हमें फिर की चिट्ठी അച്ഛന്റെ വിചാരണ കഴിഞ്ഞു. 18-ാം തീയതിയാണ് വിധി. കേസ് തോറ്റുപോകും. കുറഞ്ഞത് 6 വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീല് പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെയുള്ള പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയോളം കൊടുത്താ ഒത്തുതീർപ്പാക്കി തരാമെന്ന്. എവിടുന്ന് കൊടുക്കാനാ അത്രയും പണം? പാവം അച്ഛന്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. വല്ല കടുങ്കയും ചെയ്ത് കളയോന്ന എന്റെ പേടി. നമ്മൾ എന്താ ചെയ്യാ ഏട്ടാ? വർമ്മ സാർ കുളിക്കുന്നോ? അതേന്ന് സത്യമാണ്. ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ. അവൾ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്ക് അറിയണം. ചെല്ലേ. അവിടെ ഉണ്ട്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എവിടെ ആൽഫി? ഇതല്ലേ ആൽഫി? അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ. എന്താ ഇയാൾ പുറത്തു? താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അപ്പുകുട്ടൻ ആൽഫി.
ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുക്കുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? 100. 100 പേരോ? അതെ, 100 പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തരാ കാട്ടി വെച്ചിരിക്കണേ? എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി എവിടെ? ബാങ്കിൽ പോയിരിക്കാന്നാ പറഞ്ഞ. എന്തിന്? അങ്ങനെ നീ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട. തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങാടാ. കേറണം. ഞാനാ ചപ്പക്കുട്ട എല്ലാം താറുമാറാവാൻ പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ മുടിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി വിളിക്കാൻ? അല്ല, അതിന്ന് ഒരെണ്ണെടുത്ത് പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാനിനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? വല്യമ്മ, ശങ്കരമാവൻ, വേണുട്ടൻ. ദാ അതാരാണെന്ന് മനസ്സിലായോ? ഇരവി അങ്കിൾ. വർമ്മങ്ങളും ആൽഫൊക്കെ ഇപ്പൊ വരും. ഓടിക്ക മോനെ, ഓടിക്കോ. അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ? എനിക്കറിയാം, എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ, വന്നാട്ടെ. എന്റെ ഈശ്വര, കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും. ചിലപ്പോ ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്തോരം നേർച്ചകളാണ് നടന്നത്. മതി, അച്ഛനത് മതി. കുറുപ്പേ, എന്തോ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ. അതർവൈസ് ഷീസ് ഫൈൻ. ഇത് നോക്കിയേ, ആരാന്ന്? ആരാ? ആൽഫി. ഇനി നമുക്കെല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. ആരോ എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടൊന്നും പറയണ്ട. അപ്പു പോയി,
ആ പണം അയക്കൂ. മറക്കില്ല ഞാൻ. മരണം വരെ ഞാൻ മറക്കില്ല. ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ കുളിരോ കനവോ അമ്മാവാ അമ്മാവാ ഞാനൊരു സത്യം പറയാൻ പോവാണ്. നീ എവിടെ കുറച്ച് ദിവസം? അതൊക്കെ പിന്നെ പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതായിരുന്നു. അമ്മേ, ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാനങ്ങനെ സത്യം എല്ലാരും മിണ്ടായിരിക്കേ. അവൻ പറയട്ടെ, പറ. ഞെട്ടരുത്. ഞെട്ടില്ല. പക്ഷെ ഞെട്ടും. ഞെട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഞെട്ടി ഞെട്ടി. ഇവിടെ ആൽഫി എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആൽഫി അല്ല, അപ്പക്കുട്ടനാണ്. കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ ചേരിൽ അപ്പക്കുട്ടൻ നായർ. തെളിവ് തരാം. അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി, അളിയൻ രവീന്ദ്രൻ നായർ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞില്ല ഞെട്ടരുന്ന്. ഇതാണോ ഇത്ര വലിയ സത്യം? എന്നാൽ ഞാനൊരു സത്യം പറയാം. അപ്പക്കുട്ടൻ തന്നെയാണ് ആൽഫി. എന്താ മോളെ നീ പറയുന്നത്? അത് അപ്പുവാണ്, അപ്പക്കുട്ടൻ. എല്ലാരും കൂടെ പാവത്തിന് പിടിച്ച് ആൽഫി ആക്കിയതാ. ഇരവി, എന്താണ് കേൾക്കുന്നത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില്. നടന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭല്ലേ ഉള്ളൂ. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ആൽഫി എവിടെ? പറയാൻ എനിക്ക് വിഷമമുണ്ട്. പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പറയാ. ലേഖ പറഞ്ഞില്ലേ, നീണ്ട മുടിയുള്ള നീല കണ്ണുള്ള എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞെന്നെ പൊട്ടിച്ചിരിപ്പിച്ച ചുറുചുറുക്കുള്ള ആൽഫി. മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി. വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന്. ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു, ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന്. ആൽഫിയുടെ തമാശകളിൽ ഒന്നായിരുന്നു. ഞാനും വെറുത്തുപോയി. ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി. നിങ്ങളോടൊക്കെ എന്തു പറയണം, നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. അത് അപകടമായിരുന്നില്ല, സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ. എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാല് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു. കച്ചവടം ഒന്ന് ശരിയായാല് കിട്ടുന്ന ലാഭം അപ്പ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം. പണം കൊണ്ടുള്ള കടം. പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത്? ഇനി താമസിപ്പിക്കാതെ വർമ്മ സാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം. അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ? നമുക്ക് ചന്ദ്രയെ നടത്തിക്കണ്ടേ? വേണം. എന്റെ കൂടെ നിൽക്കൂ. തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് മായ്ക്കണം. പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഡൺ? ഡൺ. ആദ്യം തോന്നിയത് ഒന്നങ്ങ് വീക്കാനാ. അത് കഴിഞ്ഞപ്പോ അതിശയായിരുന്നു. പിന്നെ
കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തുകളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ബഫൂണിനോടുള്ളതുപോലൊരു രസം പിന്നെപ്പോഴാ ഇഷ്ടായി മാറിയത്? അന്ന് അപ്പ പോയപ്പോ തിരിച്ചു വരും വരെ ആശുപത്രി ചുവരിലെ ബ്ലോക്ക് നോക്കിക്കിടന്നു. ആ സൂചികൾ ഇനിയും വേഗത്തിൽ ചുറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് അപ്പൂനെ എനിക്കിഷ്ടാണെന്ന്. അപ്പൂ എന്തു പറ്റി ഈ പെണ്ണിന്? ഒരു കാര്യം സത്യം പറയട്ടെ, എന്താ? പപ്പ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല. ആ കണ്ണും മൂക്കും പൊടിക്കൊമ്പ മീശയും എല്ലാം കൂടെ ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്ക് ഉണ്ട്. മതി 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 മതി, വർണ്ണിച്ചത് മതി. എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ അത്, പറഞ്ഞോ. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ പിന്നെ കാര്യം പറഞ്ഞ കളിയാക്കരുത്. അപ്പൊ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. ആ എന്തായാലും പറഞ്ഞു പറഞ്ഞു. പിന്നെ എനിക്ക് നിനക്ക് പപ്പ വേണോ ഇത് അച്ഛനോട് പറയാൻ? നീ കാര്യം പറടാ കുട്ടാ. എനിക്ക് ഒരാളെ ഇഷ്ടാ. എന്നെ ആയിരിക്കും. അല്ല. എന്താ? എന്നെ എനിക്ക് ഇഷ്ടല്ലേ? ഇത് ആ ഇഷ്ടമല്ല, ഇത് വേറൊരു ഇഷ്ട. നിന്റെ ഇഷ്ടത്തിന്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി. കിടന്ന് തത്വവും പിത്തവും പറയാതെ നീ കാര്യം പറ. ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടിക്കയറിയത്? പറയട്ടെ. നിനക്കിഷ്ടപ്പെട്ടവൻ ഏത് മരക്കോന്തനായാലും ശരി, പപ്പായ്ക്ക് സമ്മതം. റെഡി? ആരാ പറ. ഇതെങ്ങനെയാ പറയാന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പൂനിഷ്ടാണോ നിന്നെ? ചന്ദ്രയ്ക്ക് സുഖായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രയ്ക്കറിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടാണെന്ന്? ആർക്കും അറിയില്ല. ആദ്യം എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ. പപ്പയല്ലേ ഇന്ന് വരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത്. ഇനി വേണം ചന്ദ്രയോട് പറയാൻ. എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഇരവിക്കുട്ടി പിള്ളയുടെ ചെവിയില് ഈ മന്ത്രമോതാൻ. ചന്ദ്രയോട് ഞാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട. സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത്. ഇക്കാര്യം ആദ്യം പറയേണ്ടത് നിന്റെ അച്ഛനോടല്ലേ. ഞാൻ ഇരവി ഒന്ന് കാണട്ടെ. അവന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത്. ഒരു മകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കാൻ മറ്റൊരു മകളോട് പറയുക, അങ്ങനെ താനിതിനെ കരുതാവൂ. എന്നോട് ഇങ്ങനെ പറയണം? ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ, മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല ഇരവി. ഒരു തളർച്ചയിൽ നിന്ന് കര കയറിയതേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശക്തി എൻ്റെ മൂക്കുണ്ടായെന്ന് വരില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ലേഖയോട് പറയാനുള്ള മനസ്സ്, ധൈര്യം ഒന്നും എനിക്കില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതിനനുവദിക്കില്ല. കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് തെരുവില് വിശന്ന് തലചുറ്റി വീണ് കിടന്ന എന്നെ താങ്ങിയെടുത്ത് വാങ്ങിത്തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനിയും ഞാൻ വീട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടല്ല ഇതെന്റെ മോളോട് പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എന്റെ മോളുടെ മുമ്പില്
അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ്. ഈശ്വരനൊപ്പമാ അവളുടെ മനസ്സിൽ അവള് പപ്പയെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക, ഇതിൽ പരം എന്ത് വേദനയാ എന്റെ കുട്ടിക്ക് ഉണ്ടാവാനുള്ളത്? എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്രകുഞ്ഞിന്റെ വിവാഹം തീരുമാനിച്ചോളൂ. ഇരവി, തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു കളിവാക്ക് പോലും പറഞ്ഞ് നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കിത് പറഞ്ഞേ തീരൂ. മോളെല്ലാം മറക്കണം. എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിനക്കെങ്കിലും അതിന് കഴിയണം. എന്റെ മോള് നന്ദികേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. അത് പാലിക്കണം. എന്തായത്? പറയാൻ കഴിയില്ലെങ്കിലൊന്ന് ഭയന്നാ എഴുതാനിരുന്നത്. കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി കീറിക്കളഞ്ഞു. ഒരിക്കലേറ്റ മുറിവിന്റെ പാടുകൾ മാഞ്ഞതേയുള്ളൂ. വീണ്ടും അത് സംഭവിക്കുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖവുര. അപ്പോൾ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്? ഉത്തരം ഞാനിപ്പോൾ പറയാം. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഒരേ ഒരു വാക്കേ ആ കത്തിലുള്ളൂ. ഇനി അത് തുറന്നു നോക്കണ്ട. എനിക്കിഷ്ടമാണ് അപ്പുനെ. ആ, അപ്പു എപ്പോഴാ വന്നേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ ചേട്ടാ? അപ്പോ അളിയനും പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം നീക്കി തുടങ്ങി. അമ്മാവൻ അപ്പുന്റെ അച്ഛന് കത്തെഴുതിയിട്ടുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. ഇനി എന്തിനാ പറയണത്? പെണ്ണിനും ചെക്കനും ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ. ചന്ദ്രയ്ക്ക് 1000 നാവാ അപ്പുനെ കുറിച്ച് പറയുമ്പോ. ഷീസ് ത്രിൽഡ്. അപ്പുക്കുട്ട തൊപ്പിക്കാരായി എപ്പ കല്യാണം? മകരമാസത്തിൽ വേലി കെട്ടിയിട്ട് അപ്പ കല്യാണം. അയ്യേ തന്റെ പറയാ. പേടിക്കണ്ട പപ്പ, ഞാനൊന്നും പറഞ്ഞില്ല. നന്ദികേട് കാണിക്കില്ല. ദൈവാധീനത്തിന്റെയും കഷ്ടകാലത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഒരുപാട് ഉരുണ്ട് കളിച്ചു, ഇല്ലേ നൂറേ? പടച്ചോന്റെ സഹായം കൊണ്ട് മാത്ര വലിയ പരിക്കൊന്നും കൂടാണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയത്. 5 അണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാ. കിട്ടിയാ കിട്ടി, പോയാ പോട്ടെ എന്ന് പറഞ്ഞ് ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ. കാരണം നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു തോന്നൽ. വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന്. അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല. നമ്മുടെയൊക്കെ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒളിച്ചുകളികൾക്കിടയിൽ അറിയാതെയും പറയാതെയും എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയതാണ് ലേഖയെ. ഒരു നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു നുണ പറഞ്ഞ് ഒടുവിൽ ഊരാക്കുടുക്കായപ്പോൾ ഒരു ജീവശ്വാസം തന്നവളാണ് ചന്ദ്ര. ആർക്ക് നേരെ ഞാൻ കണ്ണടയ്ക്കുക? ആരോടെ ഞാൻ ഇനിയും കള്ളം പറയാ? എനിക്കറിയില്ല. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്നെന്നും സ്വയം ചതിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ. എനിക്കും അതിന് കഴിയില്ല. പപ്പ, ഞാൻ പോവാ. എങ്ങോട്ട്?
ഇംഗ്ലണ്ടിലേക്ക്. ഇനി 6 മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തുടങ്ങും. നേരത്തെ പോയാൽ ആ നാടും അവിടുത്തെ സമ്പ്രദായമൊക്കെ ആയിട്ട് ഒന്ന് പഴകാനും പറ്റുമല്ലോ. പപ്പ എന്നെ പോവാൻ അനുവദിക്കണം, എന്നെ അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കാനുള്ള അർഹത ഈ പപ്പായ്ക്കുണ്ടാ മോളെ. എൻ്റെ അച്ഛനേക്കാൾ ശാസിക്കാനും ശിക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അർഹതയും അവകാശമുള്ളത് എൻ്റെ പപ്പയ്ക്കല്ലേ? എന്റെ മോക്ക് നല്ലതേ വരൂ. ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ആ ജോലി അച്ഛനെ ഏൽപ്പിക്കുകയാണ്. എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഏയ്, എന്തിന്? ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അപ്പൂന്റെ അച്ഛനുമായി അനിയമുന്ന് സംസാരിച്ചു. നിശ്ചയം നടത്തിക്കൊള്ളാനാ പറഞ്ഞത്. പെങ്ങളും അളിയനും ബന്ധുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. വിവാഹം മാത്രം നാട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞു. മറ്റന്നാൾ കാലത്ത് 9 മണിക്കാണ് സമയം കുറിച്ച് തന്നിരിക്കുന്നത്. ഇതാ എനിക്കിഷ്ടായത്. ചന്ദ്രയ്ക്ക് നന്നായി ചേരും. ഇതാ കുറെ കൂടി നല്ലത്. ചന്ദ്ര ഏത് സാരി കൊടുക്കുന്നേ? ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത്, ലേഖയാണ്. അവള് തീരുമാനിക്കണം ഞാൻ എന്തണിയണം, എന്ത് ഉടുക്കണമെന്ന്. അവളോട് ചോദിക്കട്ടെ. ഇവളെവിടെ? എന്നെ ശപിക്കരുത്. എനിക്ക് വേണ്ട, മതി. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇനിയൊന്നും എന്നോട് പറയരുത്, പറഞ്ഞു കൂടുതൽ നോവിക്കരുത്. സ്നേഹിച്ചവരെ പിരിയുന്നതിന്റെ വേദന എനിക്കറിയാം. ഒരിക്കൽ അനുഭവിച്ചവളാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മറ്റൊരാൾക്ക് ഈ അനുഭവം ഉണ്ടാവരുതെന്ന്. അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാവാം വൈകും മുമ്പ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തന്നത്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലേഖയുടേതാണ്, ചന്ദ്രയുടേതല്ല. അപ്പൊ എന്റെ കൂടെ വരൂ. ലേഖ എവിടെ? അവള് പോയി. എവിടേക്ക്? അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. യാത്ര ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുറിപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പോയി. प्लेटफॉर्म के किनारे से दूर रहें।
दोस्तों ध्यान रहे कि उस गाड़ी से ना जाए। हमारा मोती मां सफेद टी-शर्ट वाली लड़की से कहिए कि वो केरिया की उस गाड़ी से ना जाए। ठीक है, सुनिए, वो आदमी कह रहा है कि आप इस गाड़ी से मत जाइए। हम तुम्हें